നമ്മുടെ ഉള്ളിലുള്ള പഴയ മനുഷ്യണ്ടല്ലോ അതെപ്പോഴേയും പോവില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ചില ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇയാൾ ഒരിക്കലും മാറില്ല, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് തന്നെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലേ, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതേ തെറ്റ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ മനുഷ്യൻ മാറുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് ബോർഡ് അല്ല, പഴയതെല്ലാം അങ്ങോട്ട് മായിച്ചിട്ടാണ്ട് എഴുതാൻ കഴിയുന്ന ഒരു ബ്ലാക്ക് ബോർഡ് അല്ല. അത് ഒരു കാർഡ് പോലെയാ. അത് ഒരു വഴിയിലൂടെ ദിവസം നടന്നാൽ ആ വഴി ഇങ്ങനെ തെളിഞ്ഞു വരും അല്ലേ. വർഷങ്ങളോളം നടന്ന വഴിയാണെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക, നല്ല ക്ലിയർ ആയിട്ട് ഒരു ഹൈവേ മാതിരി അതായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ സ്വഭാവം ഉണ്ടാക്കുകയാണ്. ആദ്യത്തെ ദിവസം അത് വളരെ ബുദ്ധിമുട്ടാണ്, രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ കുറച്ച് എളുപ്പമാവും, ചിലപ്പോൾ 100 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുതിയ വഴിയും അല്ലെ പുതിയ സ്വഭാവവും ക്ലിയർ ആവും. പക്ഷേ പഴയ ഹൈവേ ഉണ്ട്, അത് അപ്രത്യക്ഷമായിട്ടില്ല, ഇല്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. അതിങ്ങനെ ഉപയോഗിക്കാതെ കാട് പിടിച്ച് കിടക്കാന്നുള്ളൂ. പക്ഷെ ഒന്ന് വെട്ടി തെളിച്ചാൽ, അത് നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്താൽ അത് വീണ്ടും തെളിഞ്ഞു വരും. അത് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമ്മൾ കുട്ടിക്കാലം മുതലേ ആവർത്തിച്ച ഓരോ പ്രതികരണവും, ഓരോ ഭയവും, ഓരോ ശീലവും, ഓരോ ദേഷ്യവും നമ്മുടെ ബ്രെയിനിൽ ശക്തമായ നാഡീപാതകളായിട്ട് മാറണം. പിന്നീട് നമുക്ക് നല്ല അറിവുകൾ ലഭിക്കുന്നുണ്ട്, നല്ല പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, ധ്യാനം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ശ്വസന പരിശീലനം ചെയ്യുന്നുണ്ട്, മനഃശാസ്ത്രം പഠിക്കുന്നുണ്ട്. മാത്രമല്ല ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ തലച്ചോറിൽ പുതിയ വഴികൾ രൂപപ്പെടാൻ തുടങ്ങുകയാണ്. അവിടെയാണ് പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റ്. അവർ കരുതുന്നത് എന്തെന്ന് വെച്ചാൽ പുതിയ വഴി ഉണ്ടാക്കിയാൽ പഴയത് ഇല്ലാതാകുന്ന, പുതിയ വഴി ഉണ്ടാക്കുമ്പോൾ അത് ശക്തമാകുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ നമ്മൾ വളരെ ക്ഷമയുള്ള മനുഷ്യന്മാരായിരിക്കും, പക്ഷെ ചില ദിവസങ്ങളിൽ വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ നമ്മൾ പോകും. ഇതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അത് എപ്പോഴും ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഊർജം കുറയുമ്പോൾ, സമ്മർദ്ദം കൂടുമ്പോൾ അത് പുതിയ വഴിക്ക് പകരം പഴയ പരിചിതമായ വഴിയിലേക്ക് തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി ഞാൻ ശാന്തമായിട്ട് സംസാരിക്കുന്നു തീരുമാനിച്ചു കഴിഞ്ഞാലും പക്ഷേ 5 മിനിറ്റിനുള്ളിൽ തന്നെ ചിലപ്പോൾ നമ്മൾ പറയാണ്ട് ശബ്ദം ഉയരും. നിങ്ങൾ ഇങ്ങനെ തീരുമാനിക്കുകയാണ്, അതായത് ഇനി ഞാൻ ഒരിക്കലും പേടിക്കില്ല. പക്ഷേ ഒരു ചെറിയ വിമർശനം വന്നപ്പോൾ ആത്മവിശ്വാസം ചിലപ്പോൾ തകർന്നിരിക്കും. ഇതൊന്നും നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പരാജയമല്ല, ഇത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ പ്രവർത്തന രീതിയാണ്. ഈ സത്യം മനസ്സിലാക്കിയാൽ നമ്മൾ മറ്റൊരു വലിയ തെറ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അത് സ്വയം വെറുക്കണ ശീലം. ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത്? ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് മാറാൻ കഴിയില്ല, എന്നെ കൊണ്ടൊന്നും നടക്കില്ല. ഇവിടെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഒരു ദിവസം വ്യായാമം ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുമോ ഇനി ജീവിതകാലം മുഴുവൻ ജിമ്മിൽ പോകണ്ടെന്ന്? ഇല്ലല്ലോ, അടുത്ത ദിവസം വീണ്ടും പോകും അല്ലേ. പക്ഷെ മനസ്സിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു ദിവസം നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ നമ്മളെ തന്നെ ശിക്ഷിക്കുകയാണ്. അതാണ് തെറ്റ്. ഇവിടെയാണ് കുറ്റബോധവും പശ്ചാത്താപവും തമ്മിലുള്ള വ്യത്യാസം തുടങ്ങുന്നത്. കുറ്റബോധം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നീ മോശം മനുഷ്യനാണ്. പശ്ചാത്താപം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നീ ഒരു തെറ്റ് ചെയ്തു. ഈ 2 വാചകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതായിട്ട് തോന്നാം, പക്ഷേ ജീവിതം മുഴുവൻ മാറ്റാൻ കഴിയുന്നൊരു വ്യത്യാസമാണിത്. കാരണം ഒരു തെറ്റ് ചെയ്ത മനുഷ്യന് പ്രതീക്ഷയുണ്ട്, പക്ഷേ ഞാൻ തന്നെ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യന് പ്രതീക്ഷ നഷ്ടപ്പെടും. അതിനാൽ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ സ്വന്തം വ്യക്തിത്വത്തെ ആക്രമിക്കരുത്. നിങ്ങളുടെ പ്രവൃത്തിയെ നിങ്ങൾ വിലയിരുത്തുക, നിങ്ങളെയല്ല. ഇതൊരു ചെറിയ വ്യത്യാസമല്ല, മനസ്സിൻ്റെ ആരോഗ്യം നിർണ്ണയിക്കുന്ന ഒരു വലിയ വ്യത്യാസം. പ്രത്യേകിച്ച് വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന പ്രൊഫഷണൽസിനും സംരംഭകർക്കും അവരുടെ ഓരോ തീരുമാനത്തിനും പിന്നിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവിതം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അവരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. പെർഫോമൻസ് എന്നത് കൂടുതൽ സമയം ജോലി ചെയ്യുന്നതല്ല, സ്വന്തം ബ്രെയിനിൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കി ഊർജം ചോരുന്ന സമയങ്ങൾ തിരിച്ചറിയുകയും പ്രധാന തീരുമാനങ്ങൾ എപ്പോൾ എടുക്കണം എപ്പോൾ എടുക്കരുത് എന്ന് അറിയുകയും ചെയ്യുന്നതാണ്. IEASലെ ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഈ കാര്യം വീണ്ടും വീണ്ടും പരിശീലിക്കുന്നുണ്ട്. കാരണം ഉയർന്ന പെർഫോമൻസ് എന്നത് കൂടുതൽ ശക്തനായ മനുഷ്യനാകുന്നതിലല്ല, കൂടുതൽ ബോധമുള്ള മനുഷ്യനാകുന്നതില. ഇന്നേത്തിൽ നമുക്ക് ചെറിയ കാര്യം ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ ചെയ്ത ഒരു തെറ്റൊന്ന് ഓർക്കുക. അതിനുശേഷം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി എന്ന് ചോദിക്കാതെ ആ സമയത്ത് എൻ്റെ ബ്രെയിനിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിക്കും. ഞാൻ വിശന്നിരുന്നോ? ഞാൻ ക്ഷീണിച്ചിരുന്നോ? ഞാൻ ഭയന്നിരുന്നോ? ഞാൻ ഉറങ്ങാതിരുന്നോ? ഞാൻ നിരന്തരമായ സമ്മർദ്ദത്തിലായിരുന്നോ? ഈ ചോദ്യങ്ങൾ നിങ്ങളെ സ്വയം വെറുക്കുന്നതിൽ നിന്ന് സ്വയം മനസ്സിലാക്കുന്നതിലേക്ക് കൊണ്ടുപോകും. ഇതൊന്ന് ഓർക്കുക. മനുഷ്യനെ മാറ്റുന്നത് ശിക്ഷയല്ല, അറിവാണ്, വെറുപ്പല്ല, ബോധമാണ്. അടുത്ത എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് വിശപ്പും ഉറക്കക്കുറവും ക്ഷീണവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മനുഷ്യൻ പോലും മാറിപ്പോകുന്നത്? ഒരു ദിവസത്തെ ഊർജം തീരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മൾ അടുത്തതായി മനസ്സിലാക്കാൻ പോണത്.